മലപ്പുറത്തെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ അടച്ചുപൂട്ടി. മലപ്പുറം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽവേ നേരിട്ട് നടത്തുന്ന കൗണ്ടറാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. വരുമാനം കുറവാണ് എന്ന കാരണമാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ 24-നോട് പ്രതികരിച്ചു. ആദ്യം ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിച്ചിരുന്നു ഈ റെയിൽവേ കൗണ്ടർ. പിന്നെ അത് 5 ആക്കി, 3 ആക്കി. ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ 2 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ വരുമാനമില്ലെന്ന് കാണിച്ച് താഴിട്ടു. കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ ആയിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 2 വരെയായിരുന്നു നിലവിൽ പ്രവർത്തിച്ചിരുന്നത്. നാട്ടുകാരും ഇതര സംസ്ഥാന തൊഴിലാളികളും ഏറെ ആശ്രയിച്ചിരുന്ന റെയിൽവേ നേരിട്ട് നടത്തുന്ന കൗണ്ടറാണിത്. 2 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി 24-നോട് പറഞ്ഞു. പാലക്കാട് റെയിൽവേ കൊമേഴ്ഷ്യൽ ഡിവിഷണൽ മാനേജറെ നേരിട്ട് കണ്ട് ആവശ്യം ഉന്നയിക്കും. നഗരസഭ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത ജില്ലാ കളക്ടറെയും റെയിൽവേ അധികാരികളെ അറിയിച്ചിരുന്നു. പക്ഷേ അതിന് അനുകൂലമായ പ്രതികൂലമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാവുകയാണെങ്കിൽ നടത്താമെന്ന് മാത്രമല്ല, ഞങ്ങൾ ബഹുമാനപ്പെട്ട മലപ്പുറം MP E.T. മുഹമ്മദ് ബഷീർ MP മുഖാന്തരം വീണ്ടും കൊമേഴ്ഷ്യൽ ഡിവിഷണൽ മാനേജർക്ക് ലെറ്റർ കൊടുക്കുകയും അടുത്ത ദിവസം തന്നെ നേരിട്ട് പോയി അദ്ദേഹത്തെ കാണാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരിൽ കണ്ട് നഗരസഭ സന്നദ്ധമാണ്, സൗകര്യങ്ങളെല്ലാം നഗരസഭ ഒരുക്കാം എന്നുള്ള നഗരസഭയുടെ സന്നദ്ധത ഞങ്ങൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനിരിക്കുകയാണ്. മലപ്പുറത്തുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ സമീപത്തുള്ളത് അങ്ങാടിപ്പുറം അല്ലെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബുക്കിംഗ് കൗണ്ടർ ഏറെ സൗകര്യപ്രദമായിരുന്നു. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ അറിയാത്ത പല ഇതര സംസ്ഥാന തൊഴിലാളികളും കൗണ്ടർ അടച്ചുപൂട്ടിയതറിയാതെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടുതലായും ഇതര സംസ്ഥാന തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറാണ് അടച്ചുപൂട്ടിയത്. ഏറ്റെടുത്ത് നടത്താൻ മലപ്പുറം നഗരസഭ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇനിയൊരു അനുകൂല തീരുമാനമുണ്ടാകേണ്ടത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന്. അർഷകനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെയും പലതവണ ഈ ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു. അന്നൊക്കെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോഴെല്ലാം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു കേട്ടു. ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായൊരു കേന്ദ്രമാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത്? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. ആൾക്കാർ ഇഷ്ടം പോലെ വന്നു പോകുന്നുണ്ട്. ഡെയിലി ഒരുപാട് പേര്, അന്യസംസ്ഥാന തൊഴിലാളികളും നമ്മളെ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഉപകാരപ്രദമായ ഒരു കൗണ്ടറാണ് റെയിൽവേയുടെ ഇവിടെ പൂട്ടിയത്. നല്ലപോലെ വരുമാനം ഉണ്ടായിരുന്ന അത് ഈ ഘട്ടം ഘട്ടമായിട്ട് പൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പ്രധാന പ്രശ്നം വരുമാനം കുറച്ചു കൊണ്ട് വന്ന് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. കാരണം 5 ദിവസമോ 3 ദിവസമോ ഒക്കെ വരുമാനം കുറയുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് പൂട്ടിച്ചത്. कह रहे हम लोग जो है टिकट के लिए इधर आता है, बहुत दूर से आता है, बहुत सारे भाई आए और इधर 2-3 दिन से इधर क्लोज है, वो बंद है, इस कारण टिकट नहीं हो पा रहा है. तो बोल रहे हैं कि इधर कहीं दूसरी या कहीं भी अच्छा से वो क्या बोल रहे हैं टिकट का सावधान करें. ഒരു വർഷങ്ങളായി ഇവിടെ നിലനിന്ന സ്ഥാപനമായിരുന്നു. പല നമ്മുടെ നാട്ടുകാരും അത് തൊഴിലാളികളൊക്കെ ഉണ്ട്, ഇന്ത്യക്കാർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അടച്ചു പൂട്ടാന്ന് പറയുന്നത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഓൺലൈനിലാണെങ്കിലും അധികം 50% ആളുകളും ഇപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ചെയ്തത് വലിയൊരു പ്രയാസമാണ് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ കൗണ്ടർ അടച്ചുപൂട്ടുന്നത് മലപ്പുറത്തെ ഈ പരിസരത്തുള്ള നിവാസികൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകളെ ഈ ബസ് സ്റ്റാൻഡ് മുകളിൽ വന്നിട്ട് ഈ കൗണ്ടറിലെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇത് അടച്ചുപൂട്ടിയ കാരണം ടിക്കറ്റ് എടുക്കാൻ അങ്ങാടിപ്പുറത്തും പോയി പ്രയാസം അനുഭവിക്കുകയാണ്. അത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് പറയാനുള്ളത്.